വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 2 ദിനവൃത്താന്തം 30-ാം അധ്യായം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പെസഹ ആചരിക്കുന്നതിന് ജെറുസലേമിൽ കർത്താവിന്റെ ആലയത്തിലേക്ക് വരാൻ ഇസ്രായേലിലേക്കും യൂദായിലേക്കും മുഴുവൻ ഹെസക്കിയ ആളയച്ചതോടൊപ്പം എഫ്രായിമിനും മനാസയ്ക്കും അവൻ കത്തെഴുതുകയും ചെയ്തു. 2-ാം മാസത്തിൽ പെസഹ ആചരിക്കുന്നതിനെ പറ്റി രാജാവ് തന്റെ പ്രഭുക്കന്മാരോടും ജെറുസലേമിലെ സഭ മുഴുവനോടും ആലോചന തേടി. എന്തെന്നാൽ തക്ക സമയത്ത് പെസഹ ആചരിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. കാരണം തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച പുരോഹിതന്മാർ ആവശ്യത്തിനില്ലായിരുന്നു. ജനം ജെറുസലേമിൽ സമ്മേളിച്ചിരുന്നുമില്ല. രാജാവിന്റെ ദൃഷ്ടികളിലും സമൂഹം മുഴുവന്റെയും ദൃഷ്ടികളിലും അക്കാര്യം ശരിയായിരുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പെസഹ ആചരിക്കുന്നതിന് ജെറുസലേമിൽ വരാനുള്ള അറിയിപ്പ് ബേർഷബ മുതൽ ദാൻ വരെ ഇസ്രായേലിലെങ്ങും എത്തിക്കാൻ അവർ ഏർപ്പാടാക്കി. കാരണം അധികം പേരും അത് വിധിപ്രകാരം ആചരിച്ചിരുന്നില്ല. രാജകൽപ്പന പ്രകാരം ഓട്ടക്കാർ രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെയും കയ്യിൽ നിന്ന് കത്തുകളുമായി ഇസ്രായേലിലും യൂദായിലും മുഴുവൻ സഞ്ചരിക്കുകയും ഇപ്രകാരം അറിയിക്കുകയും ചെയ്തു: ഇസ്രായേലരെ, അസീറിയ രാജാക്കന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങളിൽ ശേഷിച്ചവരിലേക്ക് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവ് തിരിയേണ്ടതിന് നിങ്ങൾ അവിടുന്നിലേക്ക് തിരിയുവിൻ. തങ്ങളുടെ ദൈവമായ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ച നിങ്ങളുടെ പിതാക്കന്മാരെയും നിങ്ങളുടെ സഹോദരന്മാരെയും പോലെ നിങ്ങളാകരുത്. നിങ്ങൾ തന്നെ കാണുന്നത് പോലെ അവിടുന്ന് അവർക്ക് ദുരിതം നൽകി. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിടലിക്കെടുത്തവരാകരുത്. കർത്താവിലേക്ക് കരം നീട്ടുവിൻ. അവിടുത്തെ ഉഗ്രകോപം നിങ്ങളിൽ നിന്നും നീങ്ങിപ്പോകേണ്ടതിന് എന്നേക്കുമായി നിങ്ങളുടെ ദൈവമായ കർത്താവ് വിശുദ്ധീകരിച്ച അവിടുത്തെ വിശുദ്ധ സ്ഥലത്തു വന്ന് അവിടുത്തെ ശുശ്രൂഷിക്കുവിൻ. നിങ്ങൾ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുമെങ്കിൽ നിങ്ങളുടെ സഹോദരരും മക്കളും തങ്ങളെ തടവുകാരാക്കിയവരുടെ മുൻപിൽ കരുണ കണ്ടെത്തുകയും ഈ ദേശത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് കൃപാലുവും കാരുണ്യവാനുമായതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ പക്കലേക്ക് മടങ്ങി വന്നാൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയുകയില്ല. ഓട്ടക്കാർ നഗരങ്ങൾ തോറും എഫ്രായിം ദേശത്തും മനാസയിലും സെബുലൂൺ വരെയും സഞ്ചരിച്ചു. എന്നാൽ അക്കൂട്ടർ അവരെ പുച്ഛിച്ചു പറയുകയും കളിയാക്കുകയും ചെയ്തു. അതേസമയം ആശേർ, മനോസെ, സെബുലൂൺ എന്നിവരിൽ നിന്ന് കുറച്ചുപേർ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ജെറുസലേമിലേക്ക് വന്നു. പക്ഷേ കർത്താവിന്റെ വചനമനുസരിച്ചുള്ള രാജാവിന്റെയും പ്രഭുക്കന്മാരുടെയും കൽപ്പന യൂദായിൽ നിറവേറ്റാൻ ഏകഹൃദയം നൽകുന്നതിന് ദൈവത്തിന്റെ കരം അവരോടൊപ്പം ഉണ്ടായിരുന്നു. 2-ാം മാസത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആഘോഷിക്കാൻ വലിയ ജനക്കൂട്ടം ജെറുസലേമിൽ സമ്മേളിച്ചു. വളരെ വലിയ ഒരു സമ്മേളനമായിരുന്നു അത്. അവർ എഴുന്നേറ്റ് ജെറുസലേമിലുണ്ടായിരുന്ന ബലിപീഠങ്ങൾ എടുത്തു മാറ്റുകയും എല്ലാ ധൂമപീഠങ്ങളും എടുത്തുകൊണ്ടുപോയി കിദ്രോൻ താഴ്വരയിലേക്ക് എറിയുകയും ചെയ്തു. 2-ാം മാസം 14-ാം ദിവസം അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു. പുരോഹിതന്മാരും ലേവായരും എളിമപ്പെട്ട് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും കർത്താവിന്റെ ആലയത്തിലേക്ക് ഹോമയാഗങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ദൈവപുരുഷനായ മോശയുടെ നിയമമനുസരിച്ച് പുരോഹിതന്മാർ തങ്ങളുടെ ക്രമമനുസരിച്ച് സ്വസ്ഥാനത്ത് നിന്നു. ലേവായരുടെ കരങ്ങളിൽ നിന്ന് അവർ രക്തം വാങ്ങി തളിച്ചു. സമൂഹത്തിൽ വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാതിരുന്നതിനാൽ ശുദ്ധിയില്ലാത്ത എല്ലാവരെയും കർത്താവിനായി വിശുദ്ധീകരിക്കാൻ ലേവായർ പെസഹ കുഞ്ഞാടിനെ കൊല്ലേണ്ടിയിരുന്നു. എങ്കിലും ജനത്തിൽ വളരെ പേർ അധികവും എഫ്രായിം, മനാസെ, ഇസാക്കർ, സെബുലോൺ എന്നിവരിൽ നിന്നുള്ളവർ സ്വയം ശുദ്ധീകരിച്ചില്ല.
പക്ഷേ അവർ വിധിപ്രകാരമല്ലാതെ പെസഹ ഭക്ഷിച്ചു. ആകയാൽ ഹെസക്കിയ അവർക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചു: നല്ലവനായ കർത്താവ് ഓരോരുത്തരോടും ക്ഷമിക്കട്ടെ. വിശുദ്ധ സ്ഥലശുദ്ധി പാലിച്ചിട്ടില്ലെങ്കിലും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഹൃദയം ഉറപ്പിച്ച് അന്വേഷിക്കുന്ന ഓരോരുത്തരോടും തന്നെ. കർത്താവ് ഹെസക്കിയായെ ശ്രവിച്ചു. അവിടുന്ന് ജനത്തെ സുഖപ്പെടുത്തി. ജെറുസലേമിലുണ്ടായിരുന്ന ഇസ്രായേല്യർ 7 ദിവസം വലിയ ആഹ്ലാദത്തോടെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ കൊണ്ടാടി. ലേവായരും പുരോഹിതന്മാരും മുഴങ്ങുന്ന വാദ്യോപകരണങ്ങളോടെ കർത്താവിനെ നിത്യേന പാടി സ്തുതിച്ചു. കർത്തൃകാര്യത്തിൽ നല്ല ഉൾക്കാഴ്ചയുണ്ടായിരുന്ന സമൃദ്ധരായ ലേവായരോട് മുഴുവൻ ഹെസക്കിയ ഹൃദയപൂർവ്വം സംസാരിച്ചു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് സമാധാന ബലികൾ അർപ്പിച്ചുകൊണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ടും അവർ 7 ദിവസം തിരുനാൾ ഭക്ഷണം ആസ്വദിച്ചു. വേറെ 7 ദിവസങ്ങൾ കൂടി ആഘോഷിക്കാൻ സമൂഹം ഒന്നാകെ തീരുമാനിച്ചു. 7 ദിവസങ്ങൾ അവർ ആനന്ദത്തോടെ ആഘോഷിച്ചു. അതിനുവേണ്ടി യൂദാ രാജാവായ ഹെസക്കിയ സമൂഹത്തിനു വേണ്ടി 1000 മൂരികളെയും 7000 ആടുകളെയും സമർപ്പിച്ചു. പ്രഭുക്കന്മാരും സമൂഹത്തിനു വേണ്ടി 1000 മൂരികളെയും 10000 ആടുകളെയും സമർപ്പിച്ചു. പുരോഹിതന്മാർ ധാരാളം പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. യൂദാ സമൂഹം മുഴുവനും പുരോഹിതന്മാരും ലേവായരും ഇസ്രായേലിൽ നിന്ന് വന്ന സമൂഹം മുഴുവനും ഇസ്രായേലിൽ നിന്ന് വന്നു താമസിക്കുന്നവരും യൂദായിൽ വസിക്കുന്നവരും സന്തോഷിച്ചു. ജെറുസലേമിൽ അത്യാനന്ദമുണ്ടായി. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ പുത്രൻ സോളമന്റെ കാലം തുടങ്ങി ഇതുപോലൊന്ന് ജെറുസലേമിൽ ഉണ്ടായിട്ടില്ല. ലേവായ പുരോഹിതന്മാർ എഴുന്നേറ്റ് ജനത്തെ ആശീർവദിച്ചു. അവരുടെ സ്വരം ശ്രവിക്കപ്പെട്ടു. അവരുടെ പ്രാർത്ഥന അവിടുത്തെ വാസസ്ഥലത്ത് സ്വർഗത്തിലെത്തി. 2 ദിനവൃത്താന്തം 31 അധ്യായം. ഇതെല്ലാം പൂർത്തിയായപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന ഇസ്രായേലരെല്ലാം യൂദായുടെ പട്ടണങ്ങളിലേക്ക് ചെന്ന് സ്തംഭങ്ങൾ തകർക്കുകയും അശേരകൾ വെട്ടിവീഴ്ത്തുകയും ചെയ്തു. യൂദാ മുഴുവനിലും ബെഞ്ചമിനിലും എഫ്രായിമിലും മനാസയിലും നിന്ന് അവർ പൂജാഗിരികളും ബലിപീഠങ്ങളും ഉന്മൂലനാശം ചെയ്തു. പിന്നെ ഇസ്രായേലിയർ മുഴുവനും തങ്ങളുടെ പട്ടണങ്ങളിലേക്ക് ഓരോ ആളും തന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോയി. പുരോഹിതന്മാരുടെയും ലേവായരുടെയും ഗണങ്ങളെ അവരവരുടെ ഗണമനുസരിച്ച് ഹോമയാഗത്തിനും സമാധാന ബലികൾക്കുമായി ഓരോ ആളിന്റെയും ശുശ്രൂഷയനുസരിച്ച് പുരോഹിതന്മാരായും ലേവായരായും ഹെസക്കിയ നിയോഗിച്ചു. കർത്തൃപാളയത്തിന്റെ കവാടങ്ങളിൽ ശുശ്രൂഷിക്കാനും കൃതജ്ഞത പ്രകാശിപ്പിക്കാനും സ്തുതി പാടാനുമായിരുന്നു ഇത്. രാജാവിന്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നുള്ള ഓഹരി ഹോമയാഗങ്ങൾക്കു വേണ്ടിയായിരുന്നു. കർത്താവിന്റെ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള ഹോമയാഗങ്ങൾക്കും സാബത്തിലും അമാവാസിയിലും നിശ്ചിത തിരുനാളുകളിലുമുള്ള ഹോമയാഗങ്ങൾക്കും വേണ്ടി. കൂടാതെ പുരോഹിതന്മാരും ലേവായരും കർത്താവിന്റെ നിയമം മുറുകെ പിടിക്കേണ്ടതിന് അവരുടെ ഓഹരി അവർക്കു നൽകാൻ ജെറുസലേമിൽ വസിച്ചിരുന്ന ജനത്തോട് അവൻ നിർദ്ദേശിച്ചു. നിർദ്ദേശം പുറത്തു വന്ന ഉടനെ ഇസ്രായേലിയർ ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും എണ്ണയുടെയും തേനിന്റെയും വയലിലെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യഫലവും എല്ലാറ്റിന്റെയും ദശാംശവും ധാരാളമായി കൊണ്ടുവന്നു. കൂടാതെ യൂദാ പട്ടണങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേലിയരും യൂദാക്കാരും കാളകളുടെയും ആടുകളുടെയും ദശാംശവും തങ്ങളുടെ ദൈവമായ കർത്താവിന് പ്രതിഷ്ഠിച്ചിരുന്ന വിശുദ്ധ വസ്തുക്കളുടെ ദശാംശവും കൊണ്ടുവന്നു. അവർ അവ കൂന കൂട്ടിയിട്ടു. 3-ാം മാസത്തിൽ അവർ കൂനകൾ കൂട്ടാൻ തുടങ്ങി. 7-ാം മാസത്തിൽ അവർ അത് പൂർത്തിയാക്കി. ഹെസക്കിയായും പ്രഭുക്കന്മാരും വന്ന് കൂനകൾ കണ്ടപ്പോൾ കർത്താവിനെയും അവിടുത്തെ ജനമായ ഇസ്രായേലിനെയും പുകഴ്ത്തി. തുടർന്ന് പുരോഹിതന്മാരോടും ലേവായരോടും കൂനകളെ കുറിച്ച് ഹെസക്കിയ അന്വേഷിച്ചു. സാദോക്കിന്റെ ഭവനത്തിലെ പ്രധാന പുരോഹിതനായ അസീറിയ അവനോട് പ്രത്യുത്തരിച്ചു: കർത്താവിന്റെ ആലയത്തിലേക്ക്
കാഴ്ച കൊണ്ടുവരാൻ തുടങ്ങിയതു മുതൽ ഞങ്ങൾ മതി വരും വരെ ഭക്ഷിക്കുകയും ധാരാളം മിച്ചം വരുകയും ചെയ്തു. എന്തെന്നാൽ കർത്താവ് തന്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവശേഷിച്ചിരിക്കുന്നത് ഈ വലിയ ശേഖരമാണ്. കർത്താവിന്റെ ആലയത്തിൽ അറകൾ തയ്യാറാക്കാൻ ഹെസക്കിയ നിർദ്ദേശം നൽകിയതനുസരിച്ച് അവർ അവ തയ്യാറാക്കി. അവർ കാഴ്ചയും ദശാംശവും സമർപ്പിത വസ്തുക്കളും വിശ്വസ്തതാപൂർവം കൊണ്ടുവന്നു. ലേവായനായ കനാനിയ ആയിരുന്നു അവരുടെ നേതാവ്. അവന്റെ സഹോദരൻ ഷിമയി രണ്ടാമനും ഹെസക്കിയ രാജാവിന്റെയും ദേവാലയത്തിന്റെ ചുമതലക്കാരനായ അസറിയായുടെയും നിർദ്ദേശപ്രകാരം യഹിയേൽ, അസസിയ, നഹത്, അസഹേൽ, യെറിമോത്ത്, യോസബാത്ത്, എലിയേൽ, ഇസ്മാഗിയ, മഹത്, ബനായ എന്നിവർ കാനാനിയായുടെയും അവന്റെ സഹോദരൻ ഷിമേയുടെയും കീഴിൽ മേൽനോട്ടക്കാരായിരുന്നു. കർത്താവിന് പ്രതിഷ്ഠിച്ചവയും അതിവിശുദ്ധ കാഴ്ചകളും നിശ്ചയിക്കുന്നതിന് ദൈവത്തിനുള്ള സ്വാഭിഷ്ട കാഴ്ചകളുടെ മേൽനോട്ടം ലേവായനായ ഇമ്നായുടെ പുത്രനും കിഴക്കേ കവാടത്തിന്റെ കാവൽക്കാരനുമായ കോറയ്ക്കായിരുന്നു. പട്ടണങ്ങളിലായിരുന്ന തങ്ങളുടെ സഹോദരരായ പുരോഹിതന്മാർക്ക് ഗണങ്ങൾ അനുസരിച്ച് വലുപ്പ ചെറുപ്പ ഭേദമന്യേ ഓഹരി വിശ്വസ്തയോടെ നൽകുന്നതിന് ഏദേൻ, മിനിയാമിൻ, യശുവ, ഷെമായ, അമരിയ, ഷെക്കാനിയ എന്നിവർ അവന്റെ കീഴിലുണ്ടായിരുന്നു. കൂടാതെ പുരുഷഗണത്തിൽ 3 വയസ്സും അതിനു മുകളിലുമുള്ളവരും തങ്ങളുടെ ദൈനംദിനം ക്രമം അനുസരിച്ച് തങ്ങളുടെ ഗണങ്ങൾക്കനുസൃതമായ ശുശ്രൂഷകളിലെ ജോലിക്കായി കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചിരുന്നവരും വംശാവലിയിൽ ചേർക്കപ്പെട്ടിരുന്നു. പുരോഹിതന്മാരുടെ വംശാവലി പട്ടിക അവരുടെ പിതൃഭവനങ്ങൾ അനുസരിച്ചും ലേവായരുടേത് 20 വയസ്സും അതിനു മുകളിലുമുള്ളവരെ അവരുടെ ശുശ്രൂഷാ ഗണങ്ങൾ അനുസരിച്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വംശാവലി പട്ടികയിൽ സഭ മുഴുവനുമുള്ളവരുടെ കൊച്ചുകുട്ടികൾ, അവരുടെ ഭാര്യമാർ, അവരുടെ പുത്രന്മാർ, പുത്രിമാർ എന്നിങ്ങനെ എല്ലാവരും ചേർക്കപ്പെട്ടു. അങ്ങനെ അവരുടെ വിശ്വസ്തതയിൽ അവർ സ്വയം വിശുദ്ധീകരിക്കുമായിരുന്നു. തങ്ങളുടെ പട്ടണങ്ങളുടെ മേച്ചിൽ സ്ഥലങ്ങളിലായിരുന്ന അഹറോന്റെ പുത്രന്മാരാകട്ടെ, പുരോഹിതന്മാരിൽപ്പെട്ട ഓരോ പുരുഷനും വംശാവലി പട്ടികയിൽപ്പെട്ട എല്ലാ ലേവായർക്കും ഓഹരികൾ നൽകാൻ പട്ടണം തോറും പേരു നിശ്ചയിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. ഹെസക്കിയ യൂദാ മുഴുവനിലും ഇപ്രകാരം പ്രവർത്തിച്ചു. തന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ അവൻ നല്ലതും ശരിയും സത്യമായതും പ്രവർത്തിച്ചു. ദേവാലയത്തിന്റെ ജോലിയിലും നിയമത്തിലും കൽപ്പനയിലും തന്റെ ദൈവത്തെ അന്വേഷിക്കുന്നതിലും താൻ ആരംഭിച്ച ഓരോ കാര്യത്തിലും അവൻ തന്റെ പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ചു. അങ്ങനെ അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം. ബൊസ്രോയിൽ നിന്ന്, ഏദോമിൽ നിന്ന് രക്താംബരമണിഞ്ഞു വരുന്ന ഇവനാര്? തന്റെ വിശേഷ വിധിയാൽ മഹനീയനായി തന്റെ ശക്തി പ്രാഭവത്തിൽ അടിവച്ചടുക്കുന്നതാര്? നീതിയോടെ പ്രഖ്യാപിക്കുന്നവനും രക്ഷിക്കാൻ ശക്തനുമായ ഞാൻ തന്നെ. നിന്റെ വസ്ത്രം ചെമന്നിരിക്കുന്നതും നിന്റെ അങ്കികൾ മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റേതുപോലെ ആയിരിക്കുന്നതും എന്തുകൊണ്ട്? മുന്തിരിച്ചക്ക് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടി, ജനതകളിൽ ആരും എന്നോടൊപ്പം ഉണ്ടായിരുന്നതുമില്ല. എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, ക്രോധത്തിൽ ഞാൻ അവരെ മെതിച്ചു. അവരുടെ രക്തം എന്റെ വസ്ത്രങ്ങളിൽ തെറിച്ചു. എന്റെ വസ്ത്രങ്ങളെല്ലാം ഞാൻ മലിനമാക്കി. കാരണം പ്രതികാരത്തിന്റെ ദിനം എന്റെ മനസ്സിലുണ്ടായിരുന്നു. വീണ്ടെടുപ്പിന്റെ വത്സരം ആസന്നമായി. ഞാൻ നോക്കി, സഹായകനായി ആരുമില്ലായിരുന്നു. ഞാൻ പരിഭ്രാന്തനായി, തുണയായി ആരുമില്ലായിരുന്നു. എന്റെ ഭുജം തന്നെ എനിക്ക് വിജയം നേടിത്തന്നു. എന്റെ ക്രോധമോ അതെനിക്ക് താങ്ങായി. എന്റെ കോപത്തിൽ ഞാൻ ജനതകളെ ചവിട്ടി മെതിച്ചു. എന്റെ ക്രോധത്താൽ അവരെ ഉന്മത്തരാക്കി. അവരുടെ രക്തം ഞാൻ മണ്ണിലേക്കൊഴുക്കി. കർത്താവ് നമുക്ക് ചെയ്ത എല്ലാറ്റിനെയും തന്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്തിന് ചെയ്ത മഹാനന്മയെയും പ്രതി അവിടുത്തെ ദയാവായ്പിനൊത്ത് ഞാൻ കർത്താവിന്റെ കാരുണ്യം, കർത്താവിന്റെ സ്തുതികൾ കീർത്തിക്കും. അവിടുന്ന് അരുൾ ചെയ്തു, തീർച്ചയായും അവർ എന്റെ ജനമാണ്, തിന്മ പ്രവർത്തിക്കാത്ത പുത്രന്മാർ.
അവിടുന്ന് അവരുടെ രക്ഷകനായി ഭവിച്ചു. അവരുടെ ക്ലേശങ്ങളിലെല്ലാം അവിടുന്ന് ക്ലേശിതനായി. തിരുസന്നിധിയിലെ ദൂതനാണ് അവരെ രക്ഷിച്ചത്. തന്റെ സ്നേഹത്തിലും കരുണയിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവിടുന്ന് അവരെ സ്വീകരിക്കുകയും സംവഹിക്കുകയും ചെയ്തു. അവരാകട്ടെ മറുതലിക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും ചെയ്തു. അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായി തീർന്നു. അവിടുന്ന് തന്നെ അവർക്കെതിരെ യുദ്ധം ചെയ്തു. പിന്നീട് അവിടുന്ന് പഴയ കാലങ്ങളെ മോശയെയും തന്റെ ജനത്തെയും അനുസ്മരിച്ചു. തന്റെ അജഗണത്തിന്റെ ഇടയന്മാരെ കടലിൽ നിന്ന് കയറ്റിയവനെവിടെ? അവരുടെ മധ്യേ തന്റെ പരിശുദ്ധ ചൈതന്യം സ്ഥാപിച്ചവനെവിടെ? തന്റെ മഹത്വപൂർണമായ ഭുജം മോശയുടെ വലതു കൈയിൽ പകർന്നവൻ, തന്റെ നാമം അനശ്വരമാക്കാൻ അവർക്ക് മുൻപിൽ സമുദ്രം വിഭജിച്ചവൻ, കുതിരയെ മരുഭൂമിയിൽ എന്ന പോലെ അവരെ അവൻ അഗാധങ്ങളിലൂടെ നയിച്ചപ്പോൾ അവർക്ക് കാലിടറിയില്ല. താഴ്വരയിൽ ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികൾക്കെന്ന പോലെ അവർക്ക് കർത്താവിന്റെ ആത്മാവ് വിശ്രമം നൽകി. തിരുനാമം മഹത്വപൂർണമാകുന്നതിന് അങ്ങനെ അവിടുന്ന് സ്വജനത്തെ നയിച്ചു. സ്വർഗത്തിൽ നിന്ന് നോക്കിയാലും അങ്ങയുടെ വിശുദ്ധവും മഹത്വപൂർണവുമായ വാസസ്ഥലത്തു നിന്ന് കണ്ടാലും അങ്ങയുടെ തീക്ഷ്ണതയും ശക്തിയും എവിടെ? എന്റെ നേർക്കുള്ള അങ്ങയുടെ ഉൾക്കട സ്നേഹവും കാരുണ്യവും നീങ്ങിപ്പോയിരിക്കുന്നു. നിശ്ചയമായും അങ്ങാണ് ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും കർത്താവേ, അങ്ങു തന്നെയാണ് ഞങ്ങളുടെ പിതാവ്. പണ്ട് മുതലേ ഞങ്ങളുടെ വിമോചകൻ എന്നാണ് അങ്ങയുടെ നാമം. അങ്ങയുടെ വഴികളിൽ നിന്ന് വ്യതിചലിക്കാൻ കർത്താവെ ഞങ്ങളെ അനുവദിച്ചതെന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അങ്ങയോട് ഭയമില്ലാത്ത വിധം ഞങ്ങളുടെ ഹൃദയം അങ്ങ് കഠിനമാക്കുന്നത്? അങ്ങയുടെ ദാസർക്കു വേണ്ടി, അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്കു വേണ്ടി അങ്ങ് തിരികെ വരണമേ. അങ്ങയുടെ വിശുദ്ധ ജനം അല്പനേരം മാത്രം അവകാശമാക്കിയ അങ്ങയുടെ വിശുദ്ധ സ്ഥലം ഞങ്ങളുടെ വൈരികൾ ചവിട്ടിമെതിച്ചു. അങ്ങ് മുമ്പൊരിക്കലും ഭരിച്ചിട്ടില്ലാത്തവരെ പോലെയും അങ്ങയുടെ നാമത്താൽ വിളിക്കപ്പെടാത്തവരെ പോലെയും ആയിത്തീർന്നിരിക്കുന്നു ഞങ്ങൾ. ആകാശം പിളർന്ന് അങ്ങ് ഇറങ്ങി വന്നിരുന്നെങ്കിൽ, തിരുസാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊണ്ടിരുന്നെങ്കിൽ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം. കേസറിയായിൽ കൊർണേലിയൂസ് എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ ഇത്താലിക്ക് എന്ന് വിളിക്കപ്പെടുന്ന സൈന്യ വിഭാഗത്തിലെ ശതാധിപനായിരുന്നു. മുഴുവൻ കുടുംബത്തോടൊപ്പം ഭക്തനും ദൈവഭയമുള്ളവനും ആയിരുന്നു അവൻ. ജനത്തിന് വളരെയേറെ ദാനധർമ്മം ചെയ്യുന്നവനും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു. ഒരു ദിവസം ഏതാണ്ട് 9-ാം മണിക്കൂറിൽ കൊർണേലിയൂസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദൈവദൂതൻ അടുത്തേക്ക് വരുന്നത് ദർശനത്തിൽ അവൻ വ്യക്തമായി കണ്ടു. അവനെ ഉറ്റുനോക്കിക്കൊണ്ട് വിഹ്വലനായി അവൻ ചോദിച്ചു, പ്രഭു, ഇതെന്താണ്? ദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നദ്ധയിൽ സ്മരണാർച്ചനയായി എത്തിയിരിക്കുന്നു. യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെ വരുത്തുക. അവൻ കടൽ തീരത്ത് വീട്ടിലുള്ള തുകൽ പണിക്കാരൻ ശിമയോന്റെ കൂടെ താമസിക്കുന്നു. തന്നോട് സംസാരിച്ച ദൂതൻ പോയപ്പോൾ അവൻ തന്റെ 2 ഭൃത്യന്മാരെയും അംഗരക്ഷകന്മാരിൽ ഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് എല്ലാം വിശദീകരിച്ചു കൊടുത്ത് യോപ്പായിലേക്ക് അയച്ചു. അവർ യാത്ര ചെയ്ത പിറ്റേ ദിവസം നഗരത്തെ സമീപിച്ചപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ മട്ടുപ്പാവിലേക്ക് പോവുകയായിരുന്നു. ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. അവന് വിശക്കുകയും എന്തെങ്കിലും ഭക്ഷിക്കണമെന്ന് തോന്നുകയും ചെയ്തു. അവർ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവന് ഒരു ഭക്തി പാരവശ്യമുണ്ടായി. സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പ് പോലുള്ള എന്തോ ഒന്ന് 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നതും അവൻ കണ്ടു. ഭൂമിയിലെ എല്ലാത്തരം 4 കാലികളും ഇഴജന്തുക്കളും ആകാശ പറവകളും അതിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ സ്വരമുണ്ടായി, പത്രോസേ, എഴുന്നേൽക്കുക, നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഒരിക്കലുമില്ല. മലിനമോ അശുദ്ധമോ ആയ ഒന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. രണ്ടാമതും അവന്റെ നേർക്ക് ഒരു സ്വരമുണ്ടായി,
ദൈവം ശുദ്ധമാക്കിയവ മലിനമെന്ന് നീ വിളിക്കരുത്. 3 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. ഉടൻ തന്നെ വിരിപ്പ് ആകാശത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. താൻ കണ്ട ദർശനത്തിന്റെ അർത്ഥമെന്തെന്ന് പത്രോസ് സംഭ്രമിച്ചു നിൽക്കുമ്പോൾ കൊർന്നേലിയൂസ് അയച്ച ആളുകൾ ശിമയോന്റെ വീട് അന്വേഷിച്ച് പടിവാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ ഇവിടെയാണോ താമസിക്കുന്നത് എന്നവർ വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ആത്മാവ് അവനോട് പറഞ്ഞു, ഇതാ 3 പേർ നിന്നെ അന്വേഷിക്കുന്നു. എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുക. ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോകുക. എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്. പത്രോസ് താഴെ വന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാൻ തന്നെ. നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശമെന്ത്? അവർ പറഞ്ഞു, നീതിമാനും ദൈവഭയമുള്ളവനും യഹൂദ ജനത മുഴുവൻ സാക്ഷ്യപ്പെടുത്തുന്നവനുമായ കൊർന്നേലിയൂസ് എന്ന ശതാധിപന് നിന്നെ അവന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തണമെന്നും നിന്റെ വാക്കുകൾ കേൾക്കണമെന്നും ദൈവദൂതനിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിരുന്നു. അവൻ അവരെ അകത്തേക്ക് വിളിച്ച് അതിഥികളായി സ്വീകരിച്ചു. അടുത്ത ദിവസം അവൻ അവരോടൊപ്പം പുറപ്പെട്ടു. ചില സഹോദരന്മാരും അവനോടൊപ്പം പോയി. പിറ്റേ ദിവസം അവർ കൈസറിയയിലെത്തി. കൊർന്നേലിയൂസ് തന്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും വിളിച്ചുകൂട്ടി അവരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ കൊർന്നേലിയൂസ് അവനെ സ്വീകരിച്ച് പാദത്തിങ്കൽ വീണു വണങ്ങി. എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് സംസാരിച്ചുകൊണ്ട് പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ വളരെ പേർ അവിടെ കൂടിയിരിക്കുന്നത് കണ്ടു. അവൻ അവരോട് പറഞ്ഞു, അന്യജാതിക്കാരനുമായി സമ്പർക്കം പുലർത്തുന്നതും അവനെ സമീപിക്കുന്നതും ഒരു യഹൂദന് എത്രത്തോളം നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഒരു മനുഷ്യനെയും ഹീനനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതിനാൽ നിങ്ങൾ എനിക്ക് ആളയച്ചപ്പോൾ ഒരു തടസ്സവും പറയാതെ ഞാൻ വരികയാണ് ചെയ്തത്. എന്തിനാണ് നിങ്ങൾ എനിക്ക് ആളയച്ചതെന്ന് ചോദിക്കട്ടെ? കൊർന്നേലിയൂസ് മറുപടി പറഞ്ഞു, 4 ദിവസം മുമ്പ് ഈ സമയത്ത് വീട്ടിൽ വെച്ച് ഞാൻ 9-ാം മണിക്കൂറിലെ പ്രാർത്ഥന നടത്തുകയായിരുന്നു. പെട്ടെന്ന് തിളങ്ങുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരാൾ എന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ പറഞ്ഞു, കൊർന്നേലിയൂസേ, ദൈവസന്നദ്ധയിൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെടുകയും നിന്റെ ദാനധർമ്മങ്ങൾ അനുസ്മരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെ വരുത്തുക. കടൽ തീരത്ത് തുകൽപ്പണിക്കാരനായ ശിമയോന്റെ വീട്ടിൽ അവൻ താമസിക്കുന്നു. അതുകൊണ്ട് നിന്നെ വിളിക്കാൻ ഞാൻ ഉടനെ ആളയച്ചു. നീ സൗമനസ്യത്തോടെ ഇവിടെ വരികയും ചെയ്തു. കർത്താവ് നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതെല്ലാം കേൾക്കാൻ ഇതാ ദൈവസന്നദ്ധിയിൽ ഞങ്ങളെല്ലാവരും സന്നിഹിതരായിരിക്കുന്നു. പത്രോസ് സംസാരിച്ചു തുടങ്ങി, സത്യമായി ഞാൻ മനസ്സിലാക്കുന്നു, ദൈവത്തിന് പക്ഷഭേദമില്ല. എല്ലാ ജനതകളിലും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അവിടത്തേക്ക് സ്വീകാര്യരാകുന്നു. സമാധാനത്തിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് സകലരുടെയും കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഇസ്രായേൽ മക്കൾക്ക് അവിടുന്ന് വചനമയച്ചു. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിനു ശേഷം ഗലീലയിൽ ആരംഭിച്ച് യൂദയ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയിലും അഭിഷേചിച്ചു. അവൻ നന്മ പ്രവർത്തിച്ചുകൊണ്ട് പിശാചിന് അധീനപ്പെട്ടിരുന്നവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചു. എന്തെന്നാൽ ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. യഹൂദരുടെ ദേശത്തും ജെറുസലേമിലും അവൻ ചെയ്ത എല്ലാറ്റിനും ഞങ്ങൾ സാക്ഷികളാണ്. അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു. എന്നാൽ ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. ജനത്തിനെല്ലാമല്ല, സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത ഞങ്ങൾക്കും മാത്രം. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധി കർത്താവായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ അവനാണെന്ന് ജനത്തോട് പ്രഘോഷിക്കാനും സാക്ഷ്യം നൽകാനും അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും
അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാരെല്ലാം അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. പത്രോസ് ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ജനതകളിൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോടുകൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. എന്തെന്നാൽ അവർ ഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മെ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച ഇവർക്ക് ജ്ഞാനസ്നാനത്തിനുള്ള ജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്താൻ അവൻ കൽപ്പിച്ചു. ഏതാനും ദിവസം തങ്ങളോടുകൂടെ താമസിക്കണമെന്ന് അവർ അവനോട് അഭ്യർത്ഥിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ,